ഹായ്. അഭിലാഷ് ആർ നായർ കഥയും സംവിധാനവും ചെയ്ത് 2026 പുറത്തിറങ്ങിയ ഡോസ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ ഷിജു വിൽസൺ, അതേപോലെ ജഗദീഷ്, ദൃശ്യ രഘുനാഥ്, കൃഷ കുറുപ്പ്, റോണി ഡേവിഡ്, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ, ഒരു ത്രില്ലർ, ഒരു മൂവിയാണ്. ഏകദേശം 2 മണിക്കൂർ ഈ സിനിമയുണ്ട്. ബോറടി ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അത്യാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകും. അതായത് ഒരു സസ്പെൻസ് പോലെയൊക്കെ തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം ഈ ഒരു സിനിമ. പിന്നെ ഇതിലുള്ള കുറേ ഫോൾട്ടുകൾ എന്ന് പറഞ്ഞാൽ ചില കഥാപാത്രങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് മിസ്സായി പോകുന്നുണ്ട്. പിന്നെ അവരെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അതായത് ഒന്നാമത് ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. മൂപ്പരുടെ ഒരു ക്യാരക്ടറൊക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ളൊരു സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വില്ലൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു ജഗദീഷിനെ കണ്ടപ്പോൾ. പക്ഷെ അതൊന്നുമില്ല. പിന്നെ അതേപോലെ ഷിജു ആണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു സാധനത്തിൽ നിന്ന് മാറി വേറെ രീതിയിലോട്ടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ അഭിലാഷ് ആർ നായർ എന്ന് പറയുന്ന ഈ സംവിധായകൻ. പടത്തിൻ്റെ പേര് തന്നെ നല്ല രസമുണ്ട്, ഡോസ്. അതായത് ഇതൊരു മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ്, അവിടെ ഒരു മരണങ്ങൾ ഉണ്ടാവുന്നു. അതായത് ഇതിലെ നായകൻ ശുശ്രൂഷിക്കുന്ന രോഗികൾ മരണപ്പെടുന്നു. അപ്പോൾ ആ മരണപ്പെടുന്നതിന് എന്തോ ഒരു സംതിങ് ട്രബിൾ, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കേസ് കൊടുക്കുന്നു. പിന്നെ ആ കേസിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിലിടയ്ക്ക് ഒരു ലവ് സ്റ്റോറി കാണിക്കുന്നുണ്ട്, അതിലിടയ്ക്ക് വേറെ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു നമുക്ക് ബോറടി ഒന്നുമില്ല, നല്ലോണം കണ്ടിരിക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ഡോസ് എന്ന് പറയുന്ന ഒരു സിനിമ. എത്ര ആൾക്കാർ കണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അത് OTT വന്നപ്പോഴാണ് ഞാനും ഈ സിനിമ ശ്രദ്ധിക്കുന്നത്. ഞാനതിൻ്റെ പേര് കണ്ടപ്പോഴാണ് ശരിക്കും ഈ സിനിമ ഇതെന്താണ് ഡോസ് എന്ന് പറയുന്നത്, എന്തിനെ കുറിച്ചായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നത്. പിന്നെയാണ് സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലാവുന്നത്. ഇതിലൊരു സൈക്കോ ഉണ്ട്. ആ ഒരു സൈക്കോ ആണ് ഈ പറയുന്ന ആൾക്കാരെ കൊല്ലുന്നത്. അതായത് ഒരുപാട് വയ്യാത്ത രീതിയിലുള്ള ആൾക്കാർ, അതായത് ഇനി ജീവിച്ചിരിക്കുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരെ ഇവൻ ഈ സൈക്കോ കഥാപാത്രം കൊല്ലുകയാണ്. അതിനുള്ളൊരു കാരണം നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. അവൻ്റെ വൈഫിനെ ഇവൻ തന്നെയാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിനൊരു ക്യാൻസർ രോഗമുണ്ട്. ക്യാൻസർ രോഗമുള്ള സമയത്ത്, അത്രയും മൂർധാവസ്ഥയിലെത്തിയ സമയത്ത് ഇവൾ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ജീവിപ്പിക്കണം കാട്ടി നല്ലത് എന്നെ ഒന്ന് കൊന്നു തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു കൊലയിൽ നിന്നുമാണ് ഇവനക്ക് ആ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന രോഗികളെ ഇവൻ നൈസായിട്ട് തീർക്കുക എന്നുള്ളതാണ് ഈ സിനിമയിലുള്ളത്. അത് അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. ആ പോലീസുകാർ ഇതൊക്കെ കണ്ടുപിടിക്കുന്നു. പക്ഷേ അങ്ങേരെയും ഇവൻ നൈസായിട്ട് പണി കൊടുത്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് സീനിൽ അതിൻ്റേതായ രീതിയിൽ ഒരു ട്വിസ്റ്റും കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാം. പക്ഷേ ഇടയ്ക്ക് വരുന്ന നല്ലൊരു കഥാപാത്രങ്ങളെ പിന്നെ മിസ്സായി പോകുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ, അല്ലെങ്കിൽ അവർ പിന്നെ എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യാത്തതെന്നൊക്കെ നമുക്കൊരു ഇത് തോന്നും. പിന്നെ ഇതിൻ്റെ ഒരു ട്വിസ്റ്റാണ്, നമ്മൾ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്ന ആൾ ഇന്ന ആളാവും എന്നുള്ള രീതിയിലോട്ട് ഇങ്ങനെ കഥ കൊണ്ടുപോകുമ്പോൾ പക്ഷേ അയാളല്ല, വേറൊരാളോട്ട് പോകുമ്പോൾ അയാളല്ല. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കൊലയാളി ഇന്ന ആളാവും എന്ന് വിചാരിച്ച് നമ്മൾ അയാളെ പിന്നാലെ പോകുന്നു, പക്ഷെ അയാളായിരിക്കില്ല. പിന്നെ അടുത്ത ആളെ പിന്നാലെ പോകുന്നു, അടുത്ത ആളായിരിക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോകുന്ന കുറേ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ആളെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കുറേ സംതിങ് ട്രബിൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെങ്കിലും വലിയ കുഴപ്പമില്ല, അല്ലറ ചില്ലറ കുഴപ്പമില്ലാത്ത പാട്ടുകളും ഉണ്ട്. അതായത് ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് ഡോസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരുപാടൊന്നും പറയാനൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിരിക്കാം. ഞാൻ കണ്ടു, എനിക്ക് വല്ല കുഴപ്പമൊന്നും തോന്നിയതൊന്നുമില്ല. എല്ലാവരും നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷൈജു ആണെങ്കിലും നല്ല രസമായിട്ട് അവൻ്റെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരാണെങ്കിലും ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത 2-3 കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്ത 2-3 കഥാപാത്രങ്ങൾ കൊണ്ടിട്ടുണ്ട്. അതായത് ആരെങ്കിലൊക്കെ മരിക്കണമല്ലോ, അതിനു വേണ്ടി ആരെങ്കിലൊക്കെ വേണമല്ലോ എന്നുള്ള രീതിയിൽ 3-4 ആൾക്കാരെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അവർക്കൊന്നും വലിയ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഞാൻ വിചാരിച്ച അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റോ കഥകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനത്തെ സാധനങ്ങളൊന്നും
ഈ നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും വന്നില്ല. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ഫോൾട്ടുകളൊക്കെ ഈ സിനിമയിലുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു 2 മണിക്കൂർ ഒരു എൻഗേജഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഡോസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.